ഹലോ, ഞാൻ ലിബിൻലി. അപ്പൊ എല്ലാവർക്കും അറിയാലോ, ഇപ്പൊ ബിഗ് ബോസ് സീസൺ 8 തുടങ്ങാൻ പോവാണ്. അപ്പൊ ഈ അടുത്ത മാസങ്ങളിലെങ്ങാനും ബിഗ് ബോസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനാ ഞാനത് ഞാൻ വെറുതെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു, ആരൊക്കെ വന്നാൽ രസമാവില്ല എന്നൊക്കെ ഞാൻ ഒന്ന് കണ്ടു. അപ്പൊ കുറച്ച് ഫോട്ടോസും, അതായത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്ന കുറച്ച് ഫോട്ടോസ്, അതായത് കുറച്ച് പേര് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്ന കുറച്ച് പേര്, പിന്നെ ഇവരെ കൂടാണ്ട് വേറെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം. നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ അതിലെ കുറച്ച് പേരൊക്കെ ഞാൻ കാട്ടിത്തരാം. നോക്കാം. ആദ്യത്തെ ആൾ തന്നെ ആറാട്ടണ്ണൻ. ആറാട്ടണ്ണൻ ഗുഡ് മോർണിംഗ്. ഉം. ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇവർക്ക് എന്തിട്ട് കിട്ടാനാ? ആ, അതെന്തായിക്കോട്ടെ. പക്ഷെ ഞാൻ പറയാം, പുള്ളി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാണ് പുള്ളി. എപ്പോഴായാലും പുള്ളിയുടെ ഒരു വീഡിയോസ് ഫോണിൽ കാണാണ്ട് കിട്ടില്ല. എന്ന് ഫോൺ എടുത്താലും പുള്ളിയുടെ ഏതെങ്കിലും ഒരു വീഡിയോസ് വരും. അപ്പൊ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്ന ഒരാളാണ് ആറാട്ടണ്ണൻ. ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർഗി. അപ്പൊ പുള്ളി എന്തായാലും ബിഗ് ബോസിലേക്ക് പറ്റിയ ഒരാളാണ്. വരും. അപ്പൊ പോയില്ലെന്ന് അറിഞ്ഞൂടാ. എന്തായാലും പുള്ളി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പുള്ളിയുടെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, അപ്പൊ എന്തായാലും ബിഗ് ബോസിലേക്ക് വിളിച്ച പോയില്ലെന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. എന്തായാലും പുള്ളി നല്ലൊരു മെറ്റീരിയലാണ് ബിഗ് ബോസിലേക്ക്. എന്തായാലും അവരുടെ റേറ്റിംഗ്, ചാനലിന്റെ റേറ്റിംഗ് ഒക്കെ എന്തായാലും കയറും, അത് ഉറപ്പാണ്. ഇതൊക്കെയാണ്. ആ, അടുത്തൊരാളാണ് അഭിലാഷ് ആട്ടായ. പുള്ളിക്കാരൻ അതായത് നല്ലൊരു കലാകാരനായിരുന്നു. പുള്ളി ഒരുപാട് ടിവിയിലെ ഷോസിലൊക്കെ ഒന്ന് കോമഡി അവതരിപ്പിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ എന്തോ പുള്ളി ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിക്കാൻ വേണ്ടി പുള്ളി കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങളാണ് ഇപ്പൊ കാണുന്നത്. പുള്ളിയും ഇതേപോലെ ബിഗ് ബോസിലേക്ക് നല്ലൊരു ആൾ തന്നെയാണ്. കണ്ട പുള്ളിയുടെ ഒരു വീഡിയോ കണ്ട. നമ്മള് ഗൾഫിൽ പോയപ്പോ ഡാൻസ് കളിച്ചില്ല പറഞ്ഞ് 10 രൂപ പരിപാടി കിട്ടിയിട്ടില്ലേ ഗൾഫില്? അപ്പൊ നമുക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കാം അവരെ കേട്ടോ. ഇത് കണ്ട പറന്ന് കളിച്ചു. ഇങ്ങനെയൊക്കെ കോമാളിത്തരം കാട്ടി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഇയാളെന്തായാലും ബിഗ് ബോസിൽ തന്നെ പോകാൻ തന്നെ ഇവരുടെയൊക്കെ ലക്ഷ്യം. അത് വേറെ കാര്യം. ബിഗ് ബോസിൽ പോയി എങ്ങനെയെങ്കിലും 4 ആളെ അറിയണം, പൈസ ഉണ്ടാക്കണം എന്നൊക്കെ തന്നെയാണ് എല്ലാവരുടെ ഉദ്ദേശം. അപ്പൊ അതിലേക്ക് ഒരു മുതൽക്കൂട്ടാണ് എന്തായാലും ആട്ടായം. പറന്ന് കളി. ആ, അടുത്ത ഒരാള്, അതായത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കണ അടുത്ത ഒരാളാണ് വിഷ്ണു കൊച്ചിക്കാരൻ. ഇത് ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞ തവണ കണ്ട് ഇതേപോലെ തന്നെ പോകണമെന്ന് വിചാരിച്ച് മറ്റേ മൈജിയുടെ ഷോറൂമിലൊക്കെ ഉള്ള സംഭവത്തിൽ പോയി ഇന്ന് ഷൂട്ട് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. പുള്ളിയും ഇതേപോലെ തന്നെ ബിഗ് ബോസിലേക്ക് പോകണമെന്ന് എന്തായാലും, അതായത് ബിഗ് ബോസിൽ കയറാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് ഇപ്പൊ നിലവിൽ കാണുന്നത്. അപ്പൊ പുള്ളിയും എന്തായാലും ബിഗ് ബോസിലേക്ക് പോകാൻ പറ്റിയ ഒരാളാണ് പുള്ളി, വിഷ്ണു കൊച്ചിക്കാരൻ. നോക്കാം. അപ്പൊ ഈ 3 ദിവസം കൊണ്ട് ചെയ്തത് 666 വീഡിയോസ്, വെഡിങ് വിഷ്, ബർത്ത്ഡേ വിഷ്, ഇതൊക്കെ ഫ്രീ ആയിട്ടാണ് ചെയ്തേക്കണം. 1 രൂപ പോലും ഞാൻ മേടിച്ചിട്ടില്ല. അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്താൽ മതി, എനിക്ക് മെസ്സേജ് അയക്കാം. അപ്പൊ വേണ്ടവർ ഇനിയും എനിക്ക് മെസ്സേജ് അയക്കാം, വീഡിയോ ഞാൻ ചെയ്തുതരും. നിങ്ങളെ 1 രൂപ പോലും എനിക്ക് വേണ്ട. വീണ്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഒറ്റ പൈസ എനിക്ക് വേണ്ട, ഫ്രീ ആയിട്ട് ചെയ്തു തരും. എന്റെ ഇൻസ്റ്റാഗ്രാം എന്നെ ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. ഓക്കെ. അവൻ എന്തായാലും പോകേണ്ട ഒരാളാണ്. അടുത്ത ഒരാളാണ് അശ്വിൻ ഗോക്ക്. ഇപ്പൊ സിനിമയിലെ റിവ്യൂ പറഞ്ഞ് പുള്ളി വൈറലാവുന്ന ഒരാളാണ്. എന്തായാലും പുള്ളി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിട്ടാണ്. അപ്പൊ പുള്ളിയും ഇതേപോലെ തന്നെ ബിഗ് ബോസിലേക്ക് പോകാൻ തന്നെ പോകേണ്ട ഒരാളാണ്. പക്ഷെ പുള്ളി പോയില്ലെന്ന് പറഞ്ഞൂടാ. കാരണം പുള്ളിക്കുണ്ടായ ജോലി, പുള്ളി അധ്യാപകനെങ്ങാണ്ടായിരുന്നു. ആ ജോലി രാജിവെച്ച് പുള്ളി ഫുൾ ടൈം യൂട്യൂബിലേക്ക് നിൽക്കുന്ന. അപ്പൊ യൂട്യൂബിൽ നിന്ന് അതിനുള്ള പൈസ പുള്ളിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ പുള്ളി എന്തായാലും ഇനി ഒരു ഫെയിമിന് വേണ്ടി എന്തായാലും ബിഗ് ബോസിലേക്ക് പോകാൻ താല്പര്യപ്പെടാൻ സാധ്യത കുറവാണ്. പോയില്ലെന്ന് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ ഓഫർ കൂടുതൽ വന്നു കഴിഞ്ഞാൽ പുള്ളി പോകുമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും
പുള്ളി നല്ലൊരാൾ തന്നെയാണ് ബിഗ് ബോസിലേക്ക്. ഇതാണ്ട വെറൈറ്റി ആണ് പുള്ളി. ഓരോ റിവ്യൂ പറയുമ്പോഴും പുള്ളി ഇതേപോലെ ഫാൻസി ഡ്രസ്സിൽ പുള്ളി വരും. അതാണ് എന്തായാലും പുള്ളിയും ബിഗ് ബോസിലേക്ക് പോകാൻ പറ്റിയ ഒരാളാണ്. അങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും. ഇത്ര എടുത്ത് ചെന്നായിയുടെ കണ്ണിന്റെ ഇത്ര എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കിയിട്ട് എന്ത് സംഭവിക്കുന്ന അന്നേരം ചെന്നായിക്ക് ബ്ലഡ് പ്രഷർ കൂടും. മറ്റേ അടുത്ത ഒരാളാണ് ചെകുത്താൻ. ബിഗ് ബോസിലേക്ക് എന്തായാലും പോകേണ്ട ഒരാൾ തന്നെയാണ്. പക്ഷെ നിലവിൽ പുള്ളിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മോഹൻലാൽ തന്നെ റെക്കമെൻഡ് ചെയ്യുമോ എന്ന് സംശയമാണ്. കാരണം അമ്മാതിരി വീഡിയോസ് ഒക്കെയാണ് പുള്ളി മോഹൻലാലിനെ പറ്റി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷെ പുള്ളി പോവാണെങ്കിൽ എന്തായാലും രസമായിരിക്കും. എന്തായാലും പുള്ളിയുടെ നമുക്ക് കാണാം. ഞാൻ പറഞ്ഞില്ല മോഹൻലാലി. ഇതന്നെ നിങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. മോഹൻലാൽ വാവ് എന്നായി കേക്കുന്നേ. എന്നാ ഞാൻ കാര്യം പറയട്ടെ, ബൈബിളിലെ 3 വചനങ്ങൾ ഞാൻ എഴുതിയത്, ഖുറാനിൽ അറബി വരെ എഴുതിയിട്ടുണ്ട് ഞാൻ. ആ വചനങ്ങളല്ല ആയത്ത്. അപ്പോഴാണോ പാചകക്കുറിപ്പ്? 2000 വർഷമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. മോഹൻലാലിന് ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് എന്തായാലും പുള്ളിയുടെ ബിഗ് ബോസിൽ കയറ്റാൻ സാധ്യത കുറവാണ്. എന്നാലും നോക്കാം. 2 വർഷം ഇതാ ഞാൻ പറഞ്ഞ ഒരു കാര്യം. ഇത് കൊള്ളാവുന്ന എഴുത്തുമല്ലായിരുന്നെങ്കിൽ ഈ സാധനം നമ്മൾ അറിഞ്ഞേരല്ലോ. എല്ലാരും അറിയില്ലേ കൊള്ളാവുന്ന എഴുത്തായിരുന്നെങ്കിൽ. ഇതിപ്പോ ആരും അറിഞ്ഞിട്ടില്ലെന്ന് പുള്ളി പണ്ട് വേറെ സാധനം പുള്ളി പണ്ട് മറ്റേ പത്മരാജനോട് പുള്ളിയുടെ പേരിൽ ഒരു പുസ്തകം എഴുതി തരാമോ എന്ന് ചോദിച്ചാളാ. പ്രകാശനം ചെയ്യുമെന്ന് എഴുതിയിട്ട് പുള്ളിയുടെ പേരില് അവസാനം പുള്ളി കണ്ടെത്തി പുള്ളിക്ക് എന്താ എഴുതാൻ പറ്റാതെ. അയ്യോ അതാവുമ്പോ വേറെ എവിടത്തെങ്കിലും എടുത്തിക്കോട്ടിട്ടാലും ആരും ജപ്പാനിൽ. അടുത്തൊരാളാണ് തൊപ്പി എന്തായാലും ബിഗ് ബോസിലേക്ക് പോകേണ്ട ഒരാൾ തന്നെയാണ്. കാരണം സോഷ്യൽ മീഡിയ പുള്ളി യൂട്യൂബിലായാലും പുള്ളി നിറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുള്ളിക്ക് ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം പുള്ളിക്ക് ഓൾറെഡി പൈസയുണ്ട്, ഫെയിമുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ പുള്ളി ബിഗ് ബോസിലേക്ക് പോവാൻ എന്തായാലും പോകുന്നറിയില്ല. എന്തായാലും തൊപ്പിയും നല്ലൊരാൾ തന്നെയാണ്. ഇത് തൊപ്പിയുടെ പഴയ വീഡിയോസ് ആണ്. പക്ഷെ എനിക്കിപ്പോ പുതിയ വീഡിയോസ് കാരണം ഞാൻ പറയാം, പുള്ളി ഇപ്പൊ പുതിയ വീഡിയോ വെച്ച് നോക്കുമ്പോ പുള്ളിക്കാരൻ പൈസ ഉണ്ടാക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ പിന്നെ എന്തായാലും പുള്ളി ബിഗ് ബോസിലേക്ക് പോകാൻ സാധ്യതയില്ല. പിന്നെ എനിക്ക് കിട്ടിയത് ഈ വീഡിയോ ആണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോസ് കണ്ടുനോക്കാം. പുള്ളിയുടെ പണ്ടത്തെ വീഡിയോസ് ആണ്. ഇത് വെച്ച് ഒരിക്കലും താരതമ്യം ചെയ്യരുത് ഇപ്പോഴത്തെ തൊപ്പിനെ. പുള്ളി ഇപ്പൊ മെച്ചൂർഡായി, അതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും തൊപ്പി നല്ലൊരാൾ തന്നെയാണ്. നീ മറന്നുപോയാ? നീ എന്നെ കുറിച്ച് മറന്നുപോയാ? മാക്സിമം പോയാ ഞാൻ കൊറേ അഭിനയിക്കും, കൊറേ കോപ്രായം കാണിക്കും. ചിലപ്പോ കണ്ടന്റിന് വേണ്ടി നിങ്ങൾ ഇതാക്കാൻ വേണ്ടി കുറച്ച് രീതിന്ന് അങ്ങനെ അത് കളിക്കും. അങ്ങനെ കളിച്ചാൽ അതിന്റെ ഉള്ളില് ഞാൻ സ്റ്റീൽ പോലെ ഇരിക്കും. മനസ്സിലായോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടിക്ക് സിനിമാണെന്ന് തോന്നാലാ. അടിക്ക് മറ്റേ ലൈസ് പോലതാണോ പൊടിച്ചിട്ട് ഇതൊക്കെയാണ് അറിയോ ലേസ്. I am vengeance. ഇതൊക്കെ കുറച്ച് ഓവറായിരുന്നു. അടുത്തത് ഇവൻ മനോജ് കാസർഗോഡ്. പുള്ളി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ അതായത് പുള്ളി സോഷ്യൽ മീഡിയ ആയാലും പുള്ളി ഓരോരോ വെഡിങ് പരിപാടിക്ക് ആയാലും പുള്ളിയുടെ സഹായം എന്തായാലും കേറ്. അതായത് എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവര് ബെസ്റ്റാ. കാരണം കോമഡിത്തരം കഴിയായാലും എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവര് ബെസ്റ്റാ. അപ്പൊ ബിഗ് ബോസിലേക്കുള്ള അടുത്തൊരു ആളാണ് ഈ മനോജ് കാസർഗോഡ്. പുള്ളിയും പോട്ടെ.
ഞാൻ ഇപ്പൊ ഇവിടെ ചോദ്യം ഉത്തരമാണ് ചോദിക്കുന്നത്. എന്റെ ചോദ്യം എന്തെന്ന് പറഞ്ഞാൽ, എന്റെ കയ്യിൽ ഒരു ഡ്രസ് ഉണ്ട്. ഈ ഡ്രസ്സിന് കളർ മഞ്ഞായത് എന്തുകൊണ്ട് എന്നാണ് ഇതിന്റെ ഓരോരോ സംശയേ. എന്തായാലും പുള്ളിയും ബിഗ് ബോസ് പോട്ടെ. ബിഗ് ബോസ് പോയിട്ട് അവസാനം ബിഗ് ബോസിന് എന്താ രണ്ട് ബോസ് വന്നെന്ന് ചോദിക്കരുത് കേട്ടോ. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പുള്ളി ചിലപ്പോ ചോദിക്കരുത് ബിഗ് ബോസിൽ എന്തുട്ടാ ബോസ് എന്ന് പറഞ്ഞാൽ എന്തുട്ടാന്നൊക്കെ ചോദിക്കും പുള്ളി. ഇതിന്റെ ആൻസർ ഞാൻ പറയും. ഇതിന് മഞ്ഞ കളറ് ചെയ്തത് കൊണ്ടാണ് ഇത് മഞ്ഞായത്. ഓക്കെ, ബിഗ് ബോസില് ബോസ് എന്ന് വെച്ചതുകൊണ്ടാണ് ബിഗ് ബോസ് വന്നതെന്ന് പുള്ളി പറയും ചിലപ്പോ. അടുത്തൊരാളാണ് ഇത് കിംബോയ്. ഇവന്റെ ശരിക്കുള്ള പേര് അശോക് അങ്ങണ്ടാണ്. ബിഗ് ബോസിലേക്ക് പോയാൽ ഇവനും എന്തായാലും നല്ലൊരു ആർട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ കേൾക്കുമെന്നാണ് സംശയം. കാരണം ബിഗ് ബോസിലേക്ക് മിനിമം സ്റ്റാൻഡേർഡുള്ള ആരെങ്കിലൊക്കെ വേണ്ടേ. പക്ഷെ ഇപ്പം കാട്ടിക്കൂട്ടുന്നത് കുറച്ച് ഓവറാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നതൊക്കെ ഭയങ്കര ഓവറാണ്. ഇതിനും അതെ മറ്റേതും അതെ. പിന്നെ വേറെ കുറെ പേരുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഓവറാണ്. പക്ഷെ പോവാണെങ്കിൽ നല്ലൊരു കോമളിത്തരം കാണാം. ഇത്രേ ഉള്ളൂ. കണ്ട ഇതാണ്ട ഇങ്ങനെയൊക്കെ വെറൈറ്റി ഡാൻസ് നമുക്ക് ബിഗ് ബോസിലെ ഷോ കൂടെ ദിവസം ആൾക്കാർക്ക് കാണാം. അങ്ങനെ ഒരു കാര്യം ഉണ്ടാവും. എന്താ ആ ഫീൽ ചെയ്യുമ്പോഴേക്ക് സ്വയം തഴുകണോ സ്വയം ഫീൽ ചെയ്യുന്നു. എന്താ അല്ലേ? ബിഗ് ബോസിലേക്ക് പോട്ടെ. ഇതിനൊക്കെ കടന്നുള്ള കാട്ടിക്കൂട്ടിലാണ് ഈ കാണുന്നതൊക്കെ. എന്താ അല്ലേ? എന്തായാലും ഇതൊക്കെ കാട്ടിക്കൂട്ടുണ്ടല്ലോ. പോട്ടെ. അടുത്ത ഒരാളാണ് ഇത് ജാസി. അതായത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിറഞ്ഞിരിക്കുന്ന ഒരാളൊക്കെയാണ് ജാഫി മാറിപ്പോയി. പുള്ളി ആദ്യത്തെ ഇങ്ങനെ ഇരുന്ന കോലത്തിന് പുള്ളി ഇപ്പോഴത്തെ കോലം പുള്ളിയുടെ കണ്ടോ? ശ്രദ്ധിച്ചോ? എങ്ങനെ മാറാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പുള്ളി എന്തായാലും കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനുള്ള. അതായത് നമുക്ക് നോക്കാം. ഇങ്ങനെ ഇരുന്ന ആളുടെ മാറ്റം ഇതേപോലെ. നല്ല ആൺകുട്ടിയായിരുന്നു ആഷിയാണ് ഇവനെ ആക്കിയത് ഇങ്ങനെ. എന്തായാലും മറ്റേ ട്രാൻസ്ജെൻഡർ ഒന്നും എല്ലാവരും എല്ലാ തവണയും ഓരോ കാറ്റഗറി ഇല്ലേ. അപ്പൊ അതിലേക്ക് പോകാൻ പറ്റുന്ന ഒരാളാണ് ജാസി. അടുത്ത ഒരാളാണിത്. ഇപ്പൊ സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്ന ആളാണ് രേണുസുതി. അങ്ങനെ പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. രേണുസുതി അത് ഇവരും പറഞ്ഞു നടക്കണ്ടല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. വെറുതെ അപ്പൊ രേണുസുതിയാണ് അടുത്തത് ബിഗ് ബോസിലേക്കുള്ള ഒരു അടുത്ത കണ്ടസ്റ്റന്റ്. എവിടെയും കേറി ഈ ശവം സുധീനെ മരിച്ചുപോയ ഓരോരുത്തരെ പിടിച്ച് ഓർമ്മിപ്പിക്കെന്താ എന്ത് കാര്യം ഉണ്ടായാലും അതെന്ന്. കാരണം സുധീയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ ഇവർക്ക് നിലനിൽക്കാൻ അറിയില്ലെന്ന് ഇവർക്ക് നല്ല ഉറപ്പുണ്ട്. അത് തന്നെ. എന്തായാലും ഇവരും പോണെങ്കിൽ പോട്ടെ. കണ്ട എന്തായാലും ഇവരും പോട്ടെ ബിഗ് ബോസിലേക്ക്. എന്തായാലും വെറുതെ ഇരിക്കുന്നില്ല. കാരണം അതിനുള്ള കാട്ടിക്കുട്ടലാണ് ഇപ്പൊ ഈ കാണുന്നത് മൊത്തം. പോണെങ്കിൽ പോട്ടെ. അടുത്ത ആളാണ് മാഹിമൂവാറ്റുപുഴ. ഇയാള് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിക്കാൻ വന്നു. പക്ഷെ അധികം അങ്ങോട്ട് ആവണില്ല, ക്ലച്ച് പിടിക്കല്ല. മറ്റേ അഭിലാഷ് ആട്ടയത്തിന്റെ കൂടെ വന്ന് നോക്കിയതാണ്. പുള്ളിയുടെ നാട്ടുകാരനായതുകൊണ്ട്
അഭിലാഷ് ഇതിന്റെ കൂടെ വന്നാണ്. പിന്നെ പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ പുള്ളി ഒരു ഗായകനാണ്. പുള്ളിയുടെ ഒരു ഗാനൊക്കെ നമുക്ക് കാണാം. പുള്ളി ഇതേപോലെ തന്നെ ബിഗ് ബോസിലേക്ക് കയറുന്ന ഒരാളാണ്. കയറാൻ എന്തായാലും തയ്യാറെടുക്കുന്ന ഒരാളാണ്. കാരണം പുള്ളി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയെങ്കിലൊക്കെ ആര് ചവിട്ടിയിട്ട് താഴ്ത്തിയിട്ടായാലും പുള്ളി മുകളിലേക്ക് വരും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ബിഗ് ബോസിലൊക്കെ പോകാൻ പുള്ളിക്ക് ഒരു ലക്ഷ്യമുണ്ട് എന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളി പോണെങ്കിൽ പോട്ടെ, എന്തായാലും പുള്ളിയുടെ ഇതാണ്. പുള്ളിയും ഇതേപോലെ നല്ലൊരാളാ. ഓ എന്താല്ലേ നടൻ. നമസ്കാരം, എന്റെ പേര് മാഹിൻ എന്ന് പറയും. എന്റെ സ്വദേശം മൂവാറ്റുപുഴയാണ്. ഞാനൊരു ഓട്ടോ തൊഴിലാളിയാണ്. അതിലുപരി ഒരുപാട് സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നാള് കിട്ടി, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഈ സന്ദർഭത്താണ് എന്നോട് പലരും പറയുന്നത്, മാഹിന് താങ്കൾ ഒരു ബിഗ് ബോസിൽ ഒരു എൻട്രി കൊടുത്തു നോക്ക്. ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് ഞാൻ ഇപ്പൊ അനുഭവിച്ചത്. അതുപോലെ തന്നെ അർഹനാണോന്ന് എനിക്കറിയില്ല, എങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതിനാണ് ഞാൻ സോഷ്യൽ മീഡിയ. അതെ, എന്തായാലും ബിഗ് ബോസിലേക്ക് പോകാൻ പറ്റിയ ഒരാൾ തന്നെയാണ് മാഹിൻ മൂവാറ്റുപുഴ. അപ്പൊ പുള്ളിയും പോട്ടെ, കാരണം എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ. എല്ലാവരും ഈ സിനിമ നടന്മാരെയും വെച്ചിട്ട് കാര്യമുണ്ടോ? കാരണം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കണ ഇവരൊക്കെയാണ് എന്തായാലും ബിഗ് ബോസിലേക്ക് കയറാൻ ലക്ഷ്യമിടുന്നവർ. അപ്പൊ അത് എന്തായാലും നടക്കട്ടെ എന്ന് വിചാരിക്കണു. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ എല്ലാവരും ബിഗ് ബോസിലേക്ക് കയറാനുള്ള യോഗ്യതയുണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ കുറെ പേരുണ്ട്, പക്ഷെ എല്ലാവരും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അങ്ങനെ കൂടുതലുള്ളവരൊന്നും നിങ്ങൾ കമന്റ് ചെയ്യും. പിന്നെ ഇതിൽ വിട്ടുപോയ ഒരാളുണ്ട്, കനാൽ ബോയ്സ് എന്ന് പറഞ്ഞ 2 പിള്ളേരുണ്ട്. അവരുടെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. എന്തായാലും അവരും ഇതേപോലെ തന്നെ ബിഗ് ബോസിലേക്ക് കയറട്ടെ. എന്തായാലും എല്ലാവരും കയറട്ടെ, ബിഗ് ബോസ് അങ്ങോട്ട് നിറയട്ടെ ഇതേപോലുള്ളവരും പറ്റി. അപ്പൊ ശരി, ഇത്രയും പറയാനുള്ളൂ.